നമസ്കാരം, ന്യൂസ് 5ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയാൽ സഹകരണ സംഘം ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യാമെന്ന് ഹൈക്കോടതി. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ രജിസ്ട്രാർക്ക് അധികാരം പ്രയോഗിക്കാം. സഹകരണ നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നത് തടസ്സമല്ലെന്നും കോടതി. കാലിക്കറ്റ് VC MK ജയരാജന് സ്ഥാനത്ത് തുടരാം. പുറത്താക്കിയ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശ്രീശങ്കര VC MV നാരായണന്റെ ഹർജിയിൽ കോടതി ഇടപെട്ടില്ല. ഇടക്കാല ഉത്തരവ് VC-മാർ നൽകിയ ഹർജിയിൽ. RLB രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നർത്തകി സത്യഭാമ. നിറവും സൗന്ദര്യവുമുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കിടന്നറ കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് രാമകൃഷ്ണൻ. സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് മന്ത്രി സജി ചെറിയാൻ. DGPക്ക് പരാതി നൽകി DYFI. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി S രാജേന്ദ്രൻ. കുടുംബാംഗത്തിന്റെ വിവാഹത്തിന് ക്ഷണിക്കാനാണ് പോയത്. വിവാഹത്തിൻ്റെ ക്ഷണമാണ് അനിയൻ്റെ സഹോദരിയുടെ, അതാണ് പ്രധാനം. അങ്ങർക്ക് കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ വിളിച്ചിരുന്നു, കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായി. BJP-യിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. വിഴിഞ്ഞത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ. അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ തീരുമാനമായില്ല. സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയി. ചെന്നൈ സൂപ്പർ കിങ്സിൽ തലമാറ്റം. നായക പദവി ഒഴിഞ്ഞ് MS ധോണി. യുവതാരം ഋതുരാജ് ഗെയ്ക്വാദ് പുതിയ നായകൻ. IPL 17ാം സീസണ് നാളെ തുടക്കം. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സഹകരണ സംഘം ഭരണസമിതികളെ സസ്പെൻഡ് ചെയ്യാൻ രജിസ്ട്രാർക്ക് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ ഈ അധികാരം പ്രയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി.